നമസ്തേ, സൺഡേ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ പ്രവണത കുറച്ചുകാലമായി തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ ശിവഗിരി സമ്മേളന വേദിയിലെ സനാതനധർമ്മത്തിനെതിരായ പ്രസംഗത്തിനെതിരെ വിമർശനവുമായി സാമുദായിക നേതാക്കളും മതപുരോഹിതരും രംഗത്തെത്തിക്കഴിഞ്ഞു. മന്ത്രിസഭയിലെ തന്നെ അംഗമായ KB ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. ആചാരങ്ങൾ പാലിക്കാൻ സന്നദ്ധരായവർ മാത്രം ആരാധനാലയങ്ങളിൽ പ്രവേശിച്ചാൽ മതി എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ മാധ്യമപ്രവർത്തകരോടുള്ള പ്രതികരണം. സൺഡേ ഡിബേറ്റ് പരിശോധിക്കുന്നു. CPMന്റെ സനാതന ധർമ്മ അധിക്ഷേപം LDFൽ ഭിന്നതയോ? വെല്ലുവിളി ഹിന്ദുക്കളോടോ? CPMന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ ഇത്? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ, ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ, കോൺഗ്രസിന്റെ പ്രതിനിധിയായി പ്രൊഫസർ റോണി K ബേബി എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം കൂടി കേട്ടതിന് ശേഷം എത്താം. ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട്. അത് നിശ്ചയിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരാണ്. അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ ചുരിദാറിട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു. ഇത് ഹിന്ദു ആചാരമാണ്. അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരമനുസരിച്ച് അവർക്ക് ഷർട്ട് ഇട്ട് കയറണമെന്നോ മുണ്ടുടുത്ത്, ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടുടുത്ത് മാത്രമേ കയറാൻ സമ്മതിക്കൂ. അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ്. അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ച് പോകാൻ പറ്റുന്നവർ പോയാൽ മതി. അതൊക്കെ ഓരോ മതത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട്, ഓരോ സമുദായത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട്. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണ്. ഞാൻ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു ചർച്ചിൽ ഒരു പള്ളിയിൽ മോസ്കിലേക്ക് ചെല്ലുമ്പോൾ ആ മോസ്കിൽ നിലവിലുള്ള ആചാരങ്ങൾ മാനിക്കാനും അനുസരിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുള്ളൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വിമർശിക്കാനോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഇത് പറ്റുന്നത്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും, അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തുമത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി. അവിടെ പോയി വഴക്കുണ്ടാക്കാൻ പോകണ്ടായിരിക്കും. ചർച്ചയിലേക്ക് കടക്കുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, ഇവിടെ CPMന്റെ നിലപാട് സനാതന ധർമ്മത്തിനെതിരായി പല ആവർത്തി അവർ ഉന്നയിക്കുന്നതാണ്, പല രൂപത്തിലും പല ഭാവത്തിലും. എന്തായാലും ഏറ്റവും ഒടുവിലായി ശിവഗിരി സമ്മേളന വേദിയിൽ സനാതന ധർമ്മത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതേ വേദിയിൽ തന്നെ വെള്ളാപ്പള്ളി അതിന് മറുപടി നൽകി. അതിൻ്റെ അടുത്ത ദിവസം NSS പെരുന്ന യോഗത്തിൽ മന്നം ജയന്തിയോടനുബന്ധിച്ച് NSS ജനറൽ സെക്രട്ടറിയും അതിന് മറുപടി നൽകി. നിരവധി മത സാമുദായിക നേതാക്കന്മാരും രംഗത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പിന്തുണച്ചു. പക്ഷേ മന്ത്രിസഭയിലെ തന്നെ അംഗമായ KB ഗണേഷ് കുമാർ അതിനെ വിമർശിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ എന്താണ് CPMന്റെ നിലപാട്? കുറച്ച് നേതാക്കൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സനാതന ധർമ്മത്തിനെതിരായി ഹിന്ദു ആചാരങ്ങൾക്കെതിരായി എപ്പോഴൊക്കെ തരം കിട്ടുമോ അപ്പോഴൊക്കെ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ലക്ഷ്യമാണോ? അതോ എല്ലാ അംഗങ്ങൾക്കും മന്ത്രിസഭയിലെ തന്നെ ഇടതുപക്ഷത്തുള്ളവർക്ക് തന്നെ ഇതിനോട് വിയോജിപ്പുണ്ട്, പക്ഷേ അവരൊന്നും ആ ശബ്ദം ഉയർത്തുന്നില്ല എന്നുള്ളതാണോ? എന്താണ് ഇതിൽ CPMന്റെ നിലപാട്? താങ്കളിപ്പോ ഈ പറഞ്ഞ കാര്യത്തിൽ മുഖ്യമന്ത്രിയെയും CPMനെയും ചേർത്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഒരു പുതിയ വാദമുഖം ഉന്നയിക്കേണ്ടതില്ല. കാരണം ശിവഗിരി സമ്മേളനത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത ആ യോഗത്തിൽ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയല്ല ഇത്ര ഒരു ആവശ്യം മുമ്പോട്ട് വെച്ചതെന്നുള്ളതാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. ഇത് പറഞ്ഞത് ശിവഗിരി ട്രസ്റ്റിന്റെ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ്. അദ്ദേഹമായിരുന്നു അധ്യക്ഷ പ്രസംഗത്തിലാണ് ഈ പ്രശ്നം അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിനെ എൻഡോഴ്സ് ചെയ്യുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തത്. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇത് നാളെ മറ്റ് മേഖലകളിലും പകർത്തേണ്ടി വരും. അതാണ് മുഖ്യമന്ത്രി അങ്ങനെ അത് മാത്രമേ എൻഡോഴ്സ് ചെയ്തിരുന്നു. പക്ഷെ ആ പ്രസംഗം മുഴുവനും, പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവനും ഇതിനെ സ്പർശിക്കുന്ന ഒരക്ഷരം പോലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അതിന്റെ ഫുൾ ടെക്സ്റ്റ് താങ്കളുടെയിലും കാണുമല്ലോ, ആ പ്രസംഗത്തിന്റെ എന്റെ കയ്യിലുമുണ്ട്. അപ്പൊ ഇത് ഉന്നയിക്കുന്ന ആരാണ്? ശിവഗിരി മഠത്തിന് നേതൃത്വം നൽകുന്ന സ്വാമി സച്ചിദാനന്ദയ്ക്ക് മറുപടിയായിട്ട് പിന്നീട് വന്നത്
മന്നം ജയന്തി സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്വാഗത പ്രസംഗം നടത്തിയ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായരാണ്. ജി സുകുമാരൻ നായരുടെ അതിനുശേഷമാണ് ഉദ്ഘാടനത്തിലേക്ക് രമേശ് ചെന്നിത്തല പിന്നീട് അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞു. ഗണേഷ് കുമാർ NSSന്റെ ഉന്നത നേതൃത്വത്തിന്റെ ഭാഗമാണ്, ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അദ്ദേഹം ആ നിലപാട് പറയാൻ ബാധ്യസ്ഥരാണ് അത് സംബന്ധിച്ച്. അതുമല്ല, വിശ്വാസമുള്ളവർ ഇത് അംഗീകരിക്കുന്നവർ ക്ഷേത്രത്തിൽ വന്നാൽ മതി എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനെ NSSന്റെ അഭിപ്രായമായിട്ട് തന്നെയാണ് ഞാൻ കാണുകയും ചെയ്യുന്നത്. അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇന്നത് ശരിയാണെന്നോ ഒരു തർക്ക പ്രശ്നമായി ഈ വിഷയം മാറിയിട്ടില്ല, മാറാനിടയുമില്ല. ഇപ്പൊ തന്ത്രി തീരുമാനിച്ചാൽ മതിയെങ്കിൽ മതി, തന്ത്രി തീരുമാനിച്ചാൽ മതി. ഓരോ ക്ഷേത്രത്തിനും തന്ത്രാവകാശമുള്ളവര് ഉണ്ടല്ലോ. ഒരു തന്ത്രിക്ക് തന്നെ 10, 400, 500 ക്ഷേത്രത്തിൽ തന്ത്രി അവകാശമുള്ളവരുണ്ട്. ചിലര് 10, 15 ഇടങ്ങളിൽ തന്ത്രി അവകാശമുള്ള കുടുംബങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. അതൊക്കെ അതത് ക്ഷേത്രങ്ങൾക്ക് നോക്കിയാൽ മതിയെങ്കിൽ നോക്കിക്കോട്ടെ. എനിക്കതിൻ്റെ അകത്ത് തർക്കമൊന്നും തോന്നുന്നില്ല. CPM-ന് അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുമില്ല. പിന്നെ ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം CPM-ന്റെ കോട്ടയം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് അനാചാരങ്ങളെ തുറന്നെതിർക്കാൻ മാറ്റിമറിക്കാൻ തയ്യാറായതുകൊണ്ടാണ് മുന്നത്ത് പത്മനാഭൻ എന്ന സാമൂഹ്യ നവോത്ഥാന നായകൻ ഉണ്ടായത്. ഇല്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ ഇല്ല എന്നുള്ളതിന് എത്രയോ തെളിവുകൾ മന്നത്തിന്റെ തന്നെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. നായർ സമുദായത്തിനെ സംബന്ധിച്ച് അന്ന് വരെ നിലനിന്നിരുന്ന ഒട്ടനവധി അനാചാരങ്ങൾ തുടച്ചു നീക്കുന്നതിനായി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ തന്നെ ആത്മകഥയിൽ വിവരിച്ചിട്ടുണ്ട്. എത്രയോ ഇടങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. എത്രയോ മറ്റു സ്ഥലങ്ങൾ, കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും അത് അനുഭവവേദ്യമായിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു പരിഷ്കൃത സമൂഹമായി നായർ സമുദായം മാറേണ്ടതിന്റെ ആവശ്യകത ആദ്യം തിരിച്ചറിഞ്ഞ് അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ആളാണ് മന്നത്ത് പത്മനാഭൻ. ആ നിലയ്ക്ക് അദ്ദേഹത്തിനെ കാണുന്നില്ലെങ്കിൽ, ആ അനാചാരം തുറച്ചു മാറ്റുന്നതിന് ഉതകുന്ന ആളായിട്ട് അദ്ദേഹത്തെ കാണുന്നില്ലെങ്കിൽ പിന്നെന്ത് മന്നത്ത് പത്മനാഭൻ എന്നാണ് MV ഗോവിന്ദൻ ചോദിച്ചത്. അതിനോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. ശ്രീ M ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ മനുസ്മൃതി, സനാതനധർമ്മം, അതാണ് സമൂഹത്തിന് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ അശ്ലീലമാണ് എന്നൊക്കെയാണ്. നമുക്കറിയാം എന്തിനാണ് സനാതനധർമ്മം കാലഘട്ടത്തിന്റെ അശ്ലീലം എന്നൊക്കെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ താങ്കൾ പറഞ്ഞു സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിനെ ഏറ്റുപിടിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ളത്. ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി എന്താണ് അർത്ഥം വെക്കുന്നത്? ഒരു സനാതന ധർമ്മം അല്ലെങ്കിൽ അതിൽ എന്തായിക്കോട്ടെ അതിൻ്റെ ഉള്ളടക്കം, അത് ഈ കാലഘട്ടത്തിന്റെ അശ്ലീലം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? കാലഘട്ടത്തിന്റെ അശ്ലീലം എന്നുള്ളത് എന്താണെന്നുള്ള പ്രത്യേകം അദ്ദേഹം നിർവചിക്കേണ്ടതാണ്. അശ്ലീലം എന്ന പദത്തിന് എന്താണ് അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കാലഘട്ടത്തിന്റെ അശ്ലീലം എന്താണത് ആ പദം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അത് സാമൂഹികമായ ദുരാചാരങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ കാലഘട്ടത്തിന്റെ അശ്ലീലം എന്ന് പറഞ്ഞാൽ മറ്റൊരു അശ്ലീലത്തിനെ കാണാൻ നിർത്തില്ല. ഏതെങ്കിലും വ്യക്തിയിലോ സംഘടനയിലോ കേന്ദ്രീകരിച്ചിട്ടുള്ളതല്ലോ അത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാമൂഹികമായി മാറ്റേണ്ട അനാചാരങ്ങളുടെയോ തിന്മകളുടെയോ ആയിട്ടുള്ള ഒരു സംഘാതം, ഒരു കൂട്ടം, അതാണ് സാമൂഹികമായ അശ്ലീലം എന്ന് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ അങ്ങനെ മാറ്റണമോ എന്ന് ആലോചിക്കേണ്ടത് സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അങ്ങനെ മാത്രമായിട്ടൊരു വിഭാഗം ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് സമുദായ നേതൃത്വങ്ങൾ ആലോചിക്കണം, മത നേതൃത്വങ്ങൾ ആലോചിക്കണം. അത്തരത്തിലുള്ള ആലോചനകളൊക്കെ നല്ലതാണ്. പക്ഷേ ശ്രീ M ജയചന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ ശിവഗിരി സമ്മേളനത്തിന് ശേഷം മുതൽ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ചോദ്യമുണ്ട്. ഹിന്ദുമതത്തെ ഇങ്ങനെ നിരന്തരം അവഹേളിക്കുകയും സനാതനധർമ്മത്തിനെതിരെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നവർ മറ്റ് മതസ്ഥരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളത്. ഇത് നിരന്തരം പൊതുസമൂഹം ചോദിക്കുകയാണ്. പക്ഷേ അക്കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടുന്നതിനുള്ള ആർജവം ഇതേ CPM നേതാക്കൾ കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. താങ്കളിലേക്ക് എത്താം. ശ്രീ VR രാജശേഖരൻ, ഇവിടെ ഹിന്ദു ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഹൈന്ദവ ദേവതകൾ ഒക്കെ ആക്രമിക്കപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചധികമായി. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ നിരന്തരം ഇത്തരത്തിലുള്ള ആക്ഷേപം ഏറ്റുവാങ്ങുകയാണ് ഹൈന്ദവ സമൂഹം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സനാതനധർമ്മം, അതായത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ അല്ല എന്നു പറഞ്ഞു തുടങ്ങുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് പിന്നീട് എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഹൈന്ദവ ആചാരങ്ങൾ, അവയെ ഏതു രീതിയിലൊക്കെ ഇനിയൊരു സാമൂഹ്യ പരിഷ്കരണം നടത്താം എന്നൊക്കെയുള്ള കാര്യത്തിലാണ്. എന്തുകൊണ്ടാണ് CPM നേതാക്കൾക്ക് ഹൈന്ദവതയോട് ഇത്ര മാത്രം വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്? ഇവിടെ ഞാൻ കാണുന്ന ഒരു സാഹചര്യം,
ഇപ്പോൾ തന്നെ ഏറെ ബഹുമാന്യനായ ഇടത് സഹയാത്രികനായ ശ്രീ എം ജയചന്ദ്രൻ സാറ് തന്നെ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ അവറുകളെയും ഒക്കെ വെള്ളപൂശാനായിട്ടുള്ള ഒരു വിപുല ശ്രമമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൊക്കെ തന്നെയും സ്ഫുരിച്ചിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് അദ്ദേഹത്തിന് തന്നെ സ്വന്തം മനസാക്ഷിക്ക് ബോധ്യമുണ്ട് ഈ അവർ നടത്തിയ പ്രസ്താവനകൾ ശരിയായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്, ജയചന്ദ്രൻ സാറിന് തന്നെ ബോധ്യമുണ്ടെന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലെ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കുന്നത്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹിന്ദു സമാജത്തെ എക്കാലവും CPIM-ന്റെ ആവിർഭാവം മുതൽ തന്നെയുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഇതര മതവിഭാഗങ്ങളെ വെള്ളപൂശുകയും, അതായത് ക്രൈസ്തവ ഇസ്ലാമിക മതവിഭാഗങ്ങൾ വിശേഷിച്ച് അവരുടെ ഒന്നും കാര്യങ്ങളിൽ ഒന്നും ഇടപെടുകയും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഹിന്ദുക്കളെയാണ് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് അറിയാമോ? വളരെ ചെറുതായിട്ട് എനിക്ക് തോന്നിയ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ CPIM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ കാലം വരെ ഒരു ഹിന്ദു പാർട്ടി ആയിരുന്നു. തല്ലാനും കൊല്ലാനും ചാവാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെയായി അതിലുള്ള ഭൂരിഭാഗം പാർട്ടി കേഡർമാരും ഹിന്ദുക്കളായിരുന്നു എന്ന് വേണം കരുതുവാൻ. ഈ അടുത്ത കാലത്താണ് പകൽ സമയത്ത് CPIM-ഉം രാത്രികാലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI തുടങ്ങിയ പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ ഇന്ന് ആ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPI-യുടെയും ഒക്കെ അജണ്ടകളെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിരുപദ്രവമായി ഒഴിഞ്ഞു മാറി നടക്കുന്ന ഹിന്ദു സമൂഹത്തെ നാം ആലോചിച്ച് നോക്കണം. ഓരോ കാലഘട്ടത്തിലും, ആദ്യ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റുകാര് അവര് പ്രചരിപ്പിച്ചിരുന്നത് തന്നെ ക്ഷേത്രങ്ങള് അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രമാണ്, ആ ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്തി അവിടെ മരച്ചീനി നട്ടാല് അത് അത്രയും പട്ടിണി മാറും എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നതൊന്നും മറന്നിട്ടില്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പ്രചരിപ്പിച്ചിരുന്നവര് ഇപ്പോ ഒന്ന് രണ്ട് ദൃഷ്ടാന്തങ്ങൾ മാത്രം പറയണം. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. പക്ഷേ എന്തുകൊണ്ട് പാർട്ടിയുടെ സമ്മേളനം ആലുവയിൽ നടന്ന സമയത്ത് മുസ്ലിം സഹാക്കൾക്ക് നിസ്കരിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവിടെ ഒരുക്കി കൊടുക്കുന്നു? അപ്പൊ ഇവരുടെ നയപരമായ കാര്യങ്ങളിൽ അവർ വ്യതിചലിച്ചുവോ? ഹിന്ദുക്കളോടുള്ള സമീപനം തുടക്കം മുതൽ തന്നെ അങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഹിന്ദുക്കളിലെ ഈശ്വര വിശ്വാസവും ക്ഷേത്രവിശ്വാസവും വിശിഷ്യ സനാതന ധർമ്മത്തിന്റെ ധർമ്മചിന്ത കൂടി നഷ്ടപ്പെടുത്തിയാൽ അവരെയൊക്കെ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റുകളാക്കാം എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദുക്കളെയും അതേപോലെ ഹൈന്ദവ ധർമ്മത്തെയും അഥവാ സനാതന ധർമ്മത്തെയും എക്കാലത്തും അധിക്ഷേപിച്ചിരുന്ന ഒരു സാഹചര്യം. അതിന് നിരവധിയായ ദൃഷ്ടാന്തങ്ങൾ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരാം. ശബരിമല തീവെപ്പ് സംഭവത്തിന് ശേഷം യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ അടക്കം അതിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടു. കേശവമേനോൻ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറായി. ആ സമയത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്ന അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില് ഈ മന്നത്ത് പത്മനാഭൻ അവരോട് അടക്കം പറഞ്ഞിരുന്നു, കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വരികയാണ് എങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കും, നടപടികൾ സ്വീകരിക്കും. പക്ഷേ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി യാതൊരു നടപടിയും ഉണ്ടായില്ല. ആ സമയത്താണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ കേസരി മന്നത്ത് പത്മനാഭൻ മുഖ്യമന്ത്രിയുടെ എന്ന് അദ്ദേഹത്തിന്റെ ജീവിത കഥകളിൽ അത് വ്യക്തമാണ്, ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇത് അതിന് ശേഷമുള്ളത്. അപ്പോ ഇന്ന് വരെ ശബരിമല തീവെപ്പ് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെ അതിന്മേലൊരു നടപടി എടുക്കാനോ ഇടതു വലതു മുന്നണികൾ കേരളത്തിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നീടുള്ള ഓരോ കാലഘട്ടം കാണുമ്പോഴും 1983 നിലയ്ക്കലിൽ കുരിശു മുളപ്പിച്ചപ്പോഴും ഇടതു വലതു മുന്നണികളുടെ നിലപാട് എന്തായിരുന്നു? ഹിന്ദു വിരുദ്ധമായിരുന്നു. അതിനുശേഷം 2006 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നേതൃത്വം കൊടുക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിലെ കേസില് അവര് കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ പ്രസക്ത ഭാഗം എന്തായിരുന്നു? മറ്റ് സെമറ്റിക് മതങ്ങളിൽ നിന്നും വിഭിന്നമായി ഹൈന്ദവ ധർമ്മത്തിൽ അഥവാ സനാതന ധർമ്മത്തില്
അതിനീചവും നിന്ദ്യവും ക്രൂരവും അപഹാസ്യവുമായ നിരവധിയായ ദുരാചാരങ്ങൾ നിലനിൽക്കുന്നു. അത്തരം ദുരാചാരങ്ങളിൽപ്പെട്ടതാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടത്. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ തടസ്സമില്ല, യുവതി പ്രവേശനം മാത്രമാണ് അവിടെ തടസ്സമായിട്ടുള്ളത്. അതിന്റെ കാര്യകാരണങ്ങളൊക്കെ തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തൊരു കാര്യമില്ല. പക്ഷേ രഹിന ഫാത്തിമയെ കൊണ്ടുപോകുമ്പോ ഈ മുഖ്യമന്ത്രി തന്നെ എത്രത്തോളം ഉത്സാഹം കാണിച്ചിരുന്നു. പോലീസിന്റെ പടച്ചട്ട് അനുസരിച്ച് കൊണ്ടുപോകുന്നു. ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും കൊണ്ടുപോകാൻ 21 ദിവസമാണ് കർണാടകത്തിലെ കുടകിൽ പോലീസ് സംരക്ഷണത്തിൽ ഫാം ഹൗസിൽ അവരെ താമസിപ്പിച്ച്. ഇത് എന്തിനു വേണ്ടി? ഹിന്ദു അവഹേളനം തന്നെയല്ലേ? അപ്പൊ തെരഞ്ഞു പിടിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയാവുന്നു ഹിന്ദുക്കളുടെ ഇടയിലെ വിശ്വാസമില്ലായ്മ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയല്ല എല്ലാ സംവിധാനങ്ങളും. മറ്റാരോടും യാതൊരു, ഞാൻ ചോദിക്കട്ടെ, ഈ സെമറ്റിക് മതങ്ങളില് അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒന്നുമില്ലല്ലോ. അപ്പൊ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പോലും ഇവർക്ക് യാതൊരു വിധമായ ശ്രമമില്ല. പക്ഷെ ഹിന്ദുവിനെ ഏത് കാലഘട്ടത്തിലും അധിക്ഷേപിക്കാൻ പാർട്ടി സെക്രട്ടറിമാരായാലും അങ്ങനെ ഒരു ഗൂഢശ്രമം നടക്കുന്നത് ബോധപൂർവമാണ്, ആസൂത്രിതമാണ് എന്നുള്ള ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. താങ്കളിലേക്ക് എത്താം. ശ്രീ റോണി കെ ബേബി, ഇവിടെ കോൺഗ്രസിനുള്ളിലും ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ? പലപ്പോഴും ഹിന്ദുക്കളോടുള്ള ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും അവഹേളനങ്ങളും ഒക്കെ കോൺഗ്രസ് നേതൃത്വം കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സമീപനമാണ്, അല്ലെങ്കിൽ ശക്തിയുക്തം അതിനെ എതിർക്കുന്ന ഒരു സമീപനം കണ്ടിട്ടേ ഇല്ല. അത് ശബരിമലയിലാകട്ടെ, അയോധ്യ രാമപ്രശ്നത്തിലാകട്ടെ ഒക്കെ കോൺഗ്രസ് ഒരു മൃദു സമീപനം സ്വീകരിക്കുകയും ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയ്ക്ക് ആധാരമായ വിഷയം ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ നടത്തിയൊരു പ്രസംഗമാണല്ലോ. അപ്പോൾ നമ്മൾ ആ പ്രസംഗത്തെ മുഴുവൻ ഒന്നിച്ച് ഒരു സനാതന ധർമ്മം എന്ന ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ അതിലെ 2 പരാമർശങ്ങളെയും 2ആയി കാണണം എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. നമ്മൾ അതിനെല്ലാം ഒന്നിച്ച് സനാതന ധർമ്മം എന്ന ഒരു പരിപ്രേക്ഷ്യത്തിൽ കാണാതെ, അതിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിന്റെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട സച്ചിദാനന്ദ സ്വാമി നടത്തിയ ഒരു അഭിപ്രായം. അദ്ദേഹം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് അത് പറഞ്ഞത്. അത് പറയാനുള്ള അവകാശം ശിവഗിരി മഠത്തിനുണ്ട്. കാരണം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ് ശിവഗിരി മഠം. ക്ഷേത്രങ്ങളില് വസ്ത്രം അല്ലെങ്കിൽ ഈ പറയുന്ന ഷർട്ട് അല്ലെങ്കിൽ ഉടുപ്പ് ധരിച്ച് കയറണമോ വേണ്ടോ എന്നുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത്. മുഖ്യമന്ത്രി അതിനെ പിന്തുണച്ചു. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും, കാരണം പ്രോഗ്രസീവ് ആയിട്ടായിരിക്കണം ആണല്ലോ ഒരു ഭരണാധികാരി പറയേണ്ട അഭിപ്രായം. അത് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ആ പ്രസംഗത്തില് അദ്ദേഹം ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ചില കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന സനാതന ധർമ്മം എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട്. അതിൽ അദ്ദേഹം ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് സനാതന ധർമ്മത്തിനെ കുറിച്ച് നടത്തിയത്. അതിനകത്ത് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. കാരണം സനാതന ധർമ്മത്തെ, കാരണം നമുക്കൊരു സനാതന ധർമ്മത്തെ ആദ്യം സനാതന ധർമ്മം എന്ന് പറയുന്ന ആശയം അത് രൂപം കൊള്ളുമ്പോൾ, വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ രൂപം കൊള്ളുമ്പോൾ അത് എല്ലാവർക്കും, മാനവ കുലത്തിന് മുഴുവൻ, പ്രപഞ്ചത്തിന് മുഴുവൻ, എല്ലാ ചരാചരങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമായിട്ടുള്ള മൂല്യങ്ങൾ, ധർമ്മങ്ങൾ, അതുകൊണ്ടാണല്ലോ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായത്. പക്ഷെ അതിനുശേഷം നമ്മുടെ സ്മൃതികളുടെയൊക്കെ കാലഘട്ടം വന്നപ്പോൾ, പ്രത്യേകിച്ച് മനുസ്മൃതിയുടെയൊക്കെ കാലഘട്ടം വന്നപ്പോൾ അത് ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമാക്കി അതിന്റെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയുടെ ബ്രാഹ്മണന് മാത്രം സുഖം മതി എന്ന രീതിയിലൊക്കെയുള്ള കൂട്ടിച്ചേർക്കൽ നടത്തി. മുഖ്യമന്ത്രി ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ഈ സനാതന ധർമ്മം മുഴുവൻ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അദ്ദേഹം ഈ സംഘപരിവാർ പറയുന്ന ഒരു രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന രീതിയിൽ, അതാണ് ഞങ്ങളുടെ ഒരു നിലപാട്. കാരണം എല്ലാ കാലങ്ങളിലും ഈ ഒരു ഭൂരിപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ, ഈ പ്രത്യേകിച്ച് ശബരിമല വിഷയം ഉൾപ്പെടെ, അതിനകത്തൊക്കെ ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചു ശബരിമല വിഷയത്തിൽ എവിടെയായിരുന്നു കോൺഗ്രസ്? കാരണം കേരളത്തിൽ ഏറ്റവും ശക്തമായ സമര പരിപാടികൾ, സമര പരമ്പരകൾ അഴിച്ചുവിട്ടത് അന്ന് കോൺഗ്രസ് ആയിരുന്നു. BJPയും CPയും അതിൻ്റെ അകത്തുനിന്ന് രാഷ്ട്രീയ ലാഭം എടുക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അതുകൊണ്ടാണല്ലോ BJPയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോഴത്തെ ഗവർണർ, അദ്ദേഹം തന്നെ അന്ന് പറഞ്ഞ എന്താ, ഇതൊരു സുവർണ അവസരമാണ് എന്ന് പറഞ്ഞു. എന്താ കാരണം? ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമായി 2ആയി ഇവിടെ വിഘടിക്കപ്പെടും. ഭൂരിപക്ഷങ്ങൾ BJPയുടെ ഒപ്പം നിൽക്കും, ന്യൂനപക്ഷങ്ങൾ CPഎമ്മിനൊപ്പം നിൽക്കും. അപ്പോൾ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സ്പേസ്
BJPക്കും CPM-നും വീതം വെച്ചെടുക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഇത് എന്ന് പറഞ്ഞത് ശ്രീധരൻപിള്ളയാണ്, അന്നത്തെ BJP പ്രസിഡന്റ്. അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ, അതുകൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവൊക്കെ അതിശക്തമായ വിമർശനം ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് അവിടെ പിന്നെ ഞങ്ങൾ ഇതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ റോണി കെ ബേബി, അവിടെയും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കെ സുധാകരൻ ഇതിനെ പിന്താങ്ങുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ അനുകൂലിച്ചു, VD സതീശൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഒരുപക്ഷെ കേസ് ഒരു ചർച്ചക്കുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് ഉണ്ടായില്ല. കാരണം മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, തൊട്ടടുത്ത് സംസാരിച്ചു. ആ വേദിയിൽ തന്നെ ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അതിന് രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. പക്ഷെ പിന്നീട് പിറ്റേ ദിവസമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൃത്യമായി പാർട്ടിക്കകത്ത് ഒരു ആശയ സമന്വയം ഞങ്ങൾ രൂപീകരിച്ചു. അതുകൊണ്ടാണല്ലോ ബഹുമാനോട് ഇവിടെ പറയുന്നത് നമ്മള് ഹിന്ദുവിനെ ഹിന്ദുത്വവും രണ്ടായി കാണണം. പക്ഷെ നമ്മള് ഇവിടെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മുഴുവൻ ഹിന്ദുവും ഹിന്ദുത്വയും ഒന്നാണ് എന്ന രീതിയിൽ. അതുകൊണ്ടാണ് പറയുന്നത് കുറി തൊടുന്നവരെല്ലാം RSS അല്ല, അല്ലെങ്കിൽ കാവ്യ ഒടുക്കുന്നവരെല്ലാം RSS അല്ല, സംഘപരിവാറല്ല. ഇങ്ങനെ ഹിന്ദുവിന്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും നമ്മൾ RSS-നും ഈ പറയുന്ന സംഘപരിവാറിന് കൊടുക്കേണ്ടതില്ല. അങ്ങനെയെങ്കിൽ 54% ഹിന്ദുക്കളല്ല ഈ രാജ്യത്ത് എത്രയോ പണ്ടേ BJP മൃഗീയ ഭൂരിപക്ഷവുമായി ഈ രാജ്യത്ത് അധികാരത്തിൽ വരുമായിരുന്നു. എന്തുകൊണ്ടാണ് അധികാരത്തിൽ വരാത്തത്? കാരണം BJPയും സംഘപരിവാറും മുന്നോട്ട് വയ്ക്കുന്ന ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ഹിന്ദുക്കളും കേരളത്തിലെ ബഹുഭൂരിപക്ഷ ഹിന്ദുക്കളും, അതുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും BJP കിട്ടുന്ന 20% വോട്ട് മാത്രമാണ്. 54% ഹിന്ദു പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനമാണ് കേരളം. ഇന്നും കേരളത്തിലെയും ഇന്ത്യയിലെയും ഭൂരിപക്ഷം ഹിന്ദുക്കളും BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, അതുകൊണ്ടാണ് ഞങ്ങൾ സനാതന ധർമ്മത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ശ്രീ റോണി കെ ബേബി, ഇവിടെ BJP വോട്ട് മികച്ച രീതിയിലൊന്നും കൊയ്യുന്നില്ലെങ്കിൽ പോലും ഹിന്ദുക്കൾക്ക് അനുകൂലമായി ശബ്ദമുയർത്താൻ BJP തന്നെയല്ലേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിർണായകമായ ഒരു ഘട്ടത്തിലും ശക്തമായ ഒരു സാന്നിധ്യം തെളിയിക്കുന്നതായി കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കാര്യങ്ങൾ തൊട്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ബഹുഭൂരിപക്ഷവും, ഞാൻ ഒരിക്കലും ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരിക്കലും ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സഭയിലെ 90% ആളുകളും ഹിന്ദുമത വിശ്വാസികളായിരുന്നു. പക്ഷെ ഭരണഘടനയുടെ ആമുഖം വി ദ പീപ്പിളിൽ തുടങ്ങണമെന്ന് അവിടെ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിനെ എതിർത്ത് പ്രമേയം വന്നു. വി ദ പീപ്പിളിൽ വേണ്ട, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ ഭരണഘടനയുടെ ആമുഖം തുടങ്ങണമെന്ന് അവിടെ ബദലായി പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. അത് വോട്ടിലിട്ടപ്പോൾ അത് വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. അപ്പോൾ അന്ന് തൊട്ട് ഇതിനു മുമ്പ് ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളുടെ ഒരു വലിയ ഈ പറയുന്ന മതേതര ചിന്തയുണ്ട്. നമ്മൾ അതിനെ ബഹുമാനിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരു മതന്യൂനപക്ഷത്തിൽ പെടുന്ന ആളാണെങ്കിലും കോൺഗ്രസ് എല്ലാ മതന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും കൂടെ നിർത്തുമെങ്കിലും ഒരു ഇന്ത്യയുടെ പാരമ്പര്യം, ഇന്ത്യയുടെ സംസ്കൃതി, സംസ്കാരം എന്ന് പറയുന്നത് എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന, എല്ലാ മതവിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന, അതാണല്ലോ ഒരു ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത്. എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഒരു വലിയ കടല് പോലെ അത്രയും ആഴവും പരപ്പുമുള്ള ഒരു മതവിശ്വാസമാണ് ഹിന്ദുമതം. പക്ഷെ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് സംഘപരിവാർ പറയുന്ന ഒരു രാഷ്ട്രീയം, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. സനാതന ധർമ്മത്തെ ഞങ്ങൾ യോജിക്കുന്നു, സനാതന ധർമ്മത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു, ഞങ്ങൾ പൂർണ്ണമായും സനാതന ധർമ്മത്തിനോട് നിലകൊള്ളുന്നു. പക്ഷേ സംഘപരിവാർ പറയുന്ന സനാതന ധർമ്മം അത് ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായി ബ്രാഹ്മണന് മാത്രം സുഖം മതി, ബ്രാഹ്മണന് മാത്രം സന്തോഷം മതി എന്ന് പറയുന്ന ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായി ഈ സനാതന ധർമ്മത്തെ കൊണ്ടുവരുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഞങ്ങളുടെ കൃത്യമായ അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, ഗണേഷ് കുമാർ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇദ്ദേഹം സർക്കാരിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ, ഈ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയുടെ ഭാഗമായ ഒരു മന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ, മന്ത്രിസഭയ്ക്ക് ഒരു കൂട്ടുത്തരവാദിത്വം ഉള്ളപ്പോൾ, ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞ ആ നിലപാടിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹം അന്തസ്സായി അദ്ദേഹത്തിന് മന്ത്രിപദം രാജിവെച്ചിട്ട് അദ്ദേഹം ആ നിലപാട് പറയണമായിരുന്നു എന്ന ഒരു അഭിപ്രായം കൂടി ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയ. ശരി. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ M ജയചന്ദ്രൻ, ഇവിടെ ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്നിങ്ങനെ രണ്ട് തട്ടിലായി തരം തിരിച്ചുകൊണ്ടാണ് പലപ്പോഴും CPM പ്രസംഗങ്ങളിൽ ഉന്നയിക്കാറുള്ളത് വർഗീയതയ്ക്കെതിരെ. അവിടെ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയുടെ ഫലമായി ഉടലെടുത്തതാണ് എന്നുള്ള ഒരു സമീപനത്തിൽ ഊന്നിക്കൊണ്ടാണ് പിന്നീടുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ ന്യൂനപക്ഷ പ്രീണനം വ്യക്തമാകുകയല്ലേ?
അത് ഒരു വശത്ത്. അതോടൊപ്പം തന്നെ നിരന്തരമായി ഹിന്ദു മതങ്ങളെ, ഹിന്ദു ദൈവങ്ങളെ, ഹിന്ദു ആചാരങ്ങളെ, ഹിന്ദു അനുഷ്ഠാനങ്ങളെ ഒക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തുക. ഇത് രണ്ടും ലക്ഷ്യം വയ്ക്കുന്നത് എവിടെയാണോ രാഷ്ട്രീയമായി തങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്, അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടണം, അതിനുവേണ്ടി ഉതകുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ കാഴ്ചവെക്കാം എന്നുള്ളതാണോ ഈ ഇടത് ചിന്താഗതി? രോഹിണി, ഇതിനുള്ള വലിയ ഒരു പരിമിതിയോ അല്ലെങ്കിൽ വൈരുദ്ധ്യമോ ഒക്കെ നോക്കിയാൽ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത് ഇത്തരം ചർച്ചകളിൽ ഇപ്പോ വിശ്വഹിന്ദു പരിഷത്തിനെ പ്രതിനിധീകരിച്ച് വേറെ ശ്രീ പി ആർ രാജശേഖരനുണ്ട്. അദ്ദേഹം എന്റെ ചുമരിൽ വെച്ചു വന്നിരിക്കുന്നത് ഭാരിച്ച ഉത്തരവാദിത്വം ഏതാ OP ഓഫ് ദ മാസസ് എന്ന് മാർക്സ് പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, സെമറ്റിക് മതങ്ങളുടെ പ്രശ്നം, ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അതിരിക്കട്ടെ, അത് പറയാം. പക്ഷേ ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത എന്നൊക്കെ പറയുന്ന ആത്യന്തികമായി എന്താണ്? ഈ നമ്മളുടെ ഡെമോക്രാറ്റിക് ഇലക്ഷനിൽ നമ്മുടെ ഭരണഘടനാപരമായി തന്നെ ഡെമോക്രസിയെ സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണല്ലോ. അവിടുത്തെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരം ടെർമിനോളജികൾ ഉപയോഗിക്കാറുള്ളത്, സംസാരിക്കാറുള്ളത്. പക്ഷെ ഇതുപോലുള്ള ചർച്ചകളെങ്കിലും അതിൽ നിന്ന് മുക്തമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റത് മാറ്റി വെക്കേണ്ടി വരും. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾ ഒരുപോലെ ആപത്താണ്. നിയമസഭ ഒരുപാട് 1984 പറഞ്ഞ കാര്യം മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണോ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്? അതോ നമ്മൾ ഒരു ഡിബേറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഇന്നത്തെ ഡിബേറ്റിന്റെ കോർ ഇഷ്യൂ ആണോ എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കേണ്ടി വരും. ഞാൻ ഏതായാലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ശ്രീ വി ആർ രാജശേഖരൻ പറഞ്ഞ ചില വിഷയങ്ങൾക്ക് ആദ്യം ഒന്ന് മറുപടി പറയാൻ അനുവദിക്കുക. അതിനുശേഷം താങ്കളുടെ വിഷയത്തിലേക്ക് വരാൻ നമുക്ക് നിശ്ചയമായും വരാം, അത് തർക്കമൊന്നുമില്ല. ഇത് ഈ ഓപ്പിയം ഓഫ് ദ മാസസ് എന്ന് മാർക്സ് പറഞ്ഞതായി അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അത് ശരിയാണ്. ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂണിൽ 1853 മാർക്സ് ഇത് സംബന്ധിച്ച് ലേഖനം എഴുതുന്നത്, ഇന്ത്യയിലെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ലേഖനം തന്നെ എഴുതുന്നത്. അപ്പൊ അതിൻ്റെ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഈവൻ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുമായോ അല്ലെങ്കിൽ ഇടതുപക്ഷവുമായോ ബന്ധപ്പെട്ട ആൾക്കാർ വരെ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും എന്താണ് മാർക്സ് പറഞ്ഞത് എന്നുള്ളതിന്റെ ഹൃദയത്തിൽ തൊട്ടിട്ടില്ല എന്നാണ്. ഈ ഹിന്ദു തത്വചിന്തയുടെ ദാർശനികമായ മാനങ്ങൾ ഒന്നിനെ പോലും മാർക്സ് സ്പർശിച്ചിട്ടേ ഇല്ല ഈ വിമർശനങ്ങളുടെ എവിടെയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഈ ഹൈന്ദവ തത്വചിന്തയെ ഒന്നും മാർക്സ് പരാമർശിച്ചിട്ടില്ല, അതിനെ വിമർശന വിധേയമാക്കിയിട്ടുമില്ല. അതേസമയം അതിന്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക് കൺസെപ്റ്റ് അത് മാത്രമാണ് സാമൂഹികവും ആർത്ഥികവും എന്ന് പറയാവുന്ന ആർത്ഥികവുമായ മാനങ്ങൾ മാത്രമാണ് കാർൽ മാർക്സ് 1853 തന്റെ ലേഖനത്തിൽ വിമർശന വിധേയമാക്കുന്നത്. പക്ഷെ തെറ്റിദ്ധരിച്ചു പോയി എന്ന് കരുതപ്പെടുന്ന വിധം മാർക്സ് പറഞ്ഞു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞ് മാർക്സിസ്റ്റുകാരെന്ന് അവകാശപ്പെടുന്നവരും എതിർചേരിയിലുള്ളവരും ഒരുപോലെ തെറ്റിദ്ധരിച്ചാണ് അതിനെ സംബന്ധിച്ച് വർഗീകരിക്കുന്നത് എപ്പോഴും. ഈ മാർക്സ് പറയുന്നതിൽ കാതലായി വരുന്ന വശമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ സാമൂഹ്യ തലമാണ്. സാമൂഹ്യ തലത്തിൽ ഇന്ത്യയുടെ സാമൂഹ്യ തലത്തിലുള്ള പ്രധാനപ്പെട്ട പോരായ്മ അല്ലെങ്കിൽ പരിമിതിയായി അദ്ദേഹം കണ്ടിട്ടുള്ളത് ജാതി വ്യവസ്ഥയാണ്. ജാതി വ്യവസ്ഥയെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള അതിന്റെ അന്നത്തെ സാഹചര്യങ്ങളാണ് ഇന്ത്യൻ അടിസ്ഥാന വർഗത്തിന്റെ അല്ലെങ്കിൽ വ്യാപകമായി ഇന്ത്യൻ ജനതയുടെ പിന്നോട്ടടിക്ക് കാരണം എന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ അകത്ത് ചുരുക്കി പറയാവുന്ന കാര്യം. അതിൻ്റെ അകത്ത് മതം എന്ന് പറയുന്നത് ഈ ദാർശനിക മാനങ്ങളിലല്ല, അതിന്റെ സാമൂഹികവും ആർത്ഥികവുമായ എക്കണോമിക് ആസ്പെക്ട്സിലും സോഷ്യൽ ആസ്പെക്ട്സിലും മാത്രമാണ് അദ്ദേഹം അതിനെ നിർവചിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനെ വെച്ച് നമ്മൾ ഇപ്പോ ശ്രീ വി ആർ രാജശേഖരൻ പറഞ്ഞതുപോലുള്ളൊരു പരിമിതമായ ഈ പരിവർത്തനത്തിലേക്ക് ഒതുക്കി ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനത് വിശദമായ വിഷയമാണെങ്കിലും ഞാൻ ഇവിടെ അത് നിർത്തുകയാണ്. കാരണം നമ്മുടെ ചർച്ചയ്ക്ക് സമയപരിമിതി ഉണ്ട് എന്നുള്ളത് കൊണ്ട്. മറ്റൊന്ന് ഈ സെമറ്റിക് മതങ്ങളുടെ പ്രശ്നമാണ്. ജൂതമതം, ക്രൈസ്തവ മതം, ഇസ്ലാം മതം, ഇത് മൂന്നുമാണ് സെമറ്റിക് മതങ്ങളായി നമ്മൾ പൊതുവെ അറിയുന്നതും അംഗീകരിച്ചിട്ടുള്ളതും. അപ്പൊ ഇത് മൂന്നും തമ്മിൽ ചില പാരസ്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പോലെ തന്നെ ഒരുപാട് സംഘർഷങ്ങളുടെ ഭൂമികയും തമ്മിൽ ഉണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ ഈ ദൈവപുത്രനാണ് ക്രൈസ്റ്റ് എന്നുള്ള നിഗമനത്തെ എന്ന ആശയത്തോട് ഒട്ടും യോജിക്കാത്തവരാണ്
പിന്നെ ജൂതന്മാരും ഇസ്ലാം മതത്തിൽപ്പെട്ടവരും. അതേസമയം പ്രവാചകനാണ് ക്രൈസ്റ്റ്, അത് അംഗീകരിക്കുന്നുണ്ട്. അത് മോസസിനെ അംഗീകരിക്കുന്നുണ്ട്, മുസ്ലിംസും അംഗീകരിക്കുന്നുണ്ട്, ക്രിസ്ത്യൻസിനും മോസസ് ഉണ്ട്. പക്ഷേ ജൂസിന് അതും ഇല്ല. അപ്പൊ ആ തരത്തിലുള്ള വ്യത്യാസം അവിടെയും ഉണ്ട്. അപ്പൊ അതാണ് സെമറ്റിക് മതങ്ങൾ എന്ന് പറയുന്നത്. ആ സെമറ്റിക് മതങ്ങൾ തമ്മിൽ സാമ്യങ്ങൾ ഉള്ളതുപോലെ തന്നെ വൈജാത്യങ്ങൾ ഒട്ടേറെ ഉണ്ട്. കൂടുതലും വൈജാത്യങ്ങളാണ് താനും. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. പിന്നെ നമ്മുടെ ഈ ഹിന്ദു മതത്തിലേക്ക് വന്നാൽ എന്താണ് രോഹിണി വല്ലതും ഇടയ്ക്ക് സംസാരിച്ചിരുന്നോ? ശ്രീ ജയചന്ദ്രൻ അത് പൂർത്തീകരിച്ചോളൂ. ഓക്കെ. നമ്മുടെ ഹിന്ദു മതത്തിലേക്ക് വന്നാൽ നമുക്ക് ഇക്കാര്യത്തിൽ ഇപ്പോ ശ്രീനാരായണ ഗുരുവിനെ കേന്ദ്രീകരിച്ച് തന്നെയാണല്ലോ നമ്മുടെ ഈ ചർച്ച ഇന്നും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ നോക്കുമ്പോഴേക്ക് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ള സവിശേഷമായ ഒരു 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 ചരിത്ര സന്ദർഭമുണ്ട്. ആ സന്ദർഭം എന്ന് പറയുന്നത് 100 വർഷം മുമ്പാണ്. ഇപ്പൊ RSSന്റെയും 100 വർഷം ആകാൻ പോകുന്നു സെപ്റ്റംബർ ആകുമ്പോൾ. അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആണ് കേരള കൗമുദിയിൽ അദ്ദേഹത്തിന്റെ അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമ്മുടെ മഹാനായ പത്രാധിപർ എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന സിരി കുഞ്ഞിരാമനാണ് അതിന്റെ പത്രാധിപർ. പത്രാധിപരുമായി നാരായണ ഗുരു നടത്തുന്ന ഒരു അഭിമുഖ സംഭാഷണം, സുദീർഘമായ അഭിമുഖ സംഭാഷണമാണ്. അത് വളരെ പ്രസക്തമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എന്നും പ്രസക്തമാണത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ മതം എന്നുള്ളത് ഹിന്ദു മതത്തിനെ കുറിച്ചാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. സിരി കുഞ്ഞിരാമൻ ചോദിക്കുകയാണ്, നിങ്ങൾ ചോദിക്കുന്നത് ഹിന്ദു മതത്തിനെ കുറിച്ചാണല്ലോ. അങ്ങനെ ഒരു മതം ഇന്ത്യയിൽ നിലവിലില്ല. നാരായണ ഗുരു പറയുകയാണ് അഭിമുഖത്തിൽ. അത് ഇന്നും നമുക്ക് ആർക്കൈവ്സിൽ ലഭ്യമാണ്. കേരള മതത്തിൽ ചോദിച്ചാൽ പ്രത്യേകിച്ചും കിട്ടും. അദ്ദേഹം പറയുന്നു ഇത് വിവിധ ഗ്രൂപ്പുകളാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് 11 ഗ്രൂപ്പുകളുണ്ട് ഹിന്ദു മതത്തിൽ. അത് അദ്ദേഹം വ്യക്തമായി നിർവചിക്കില്ല, വിശദീകരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ആ മതങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച്. ഈ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്, പക്ഷെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതുമുണ്ട്. അത് ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾ വരിക എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയുക, എനിക്കല്ല. ഇപ്പൊ രാമനും കൃഷ്ണനും ഈ ഹിന്ദുമതത്തിന്റെ ഒരേ ശ്രേണിയിൽപ്പെട്ടവരല്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. നാരായണ ഗുരു പറയുന്നതില് പൗരാണിക മതം, വൈദിക മതം, ശൈവമതം, വൈഷ്ണവ മതം, അദ്വൈത മതം, വിശിഷ്ടാദ്വൈത മതം, ദ്വൈതമതം, ശാക്യമതം, സാഖ്യമതം, വൈശേഷിക മതം, മീമാംസാ മതം. ഇത്രയും മതങ്ങളെ കുറിച്ചാണ്, 11 മതങ്ങളെ കുറിച്ചാണ് ഹിന്ദു എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന മതത്തിൽ ഇങ്ങനെ 11 ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ നിൽക്കുന്നു? എന്നാലേ എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പിലും നിൽക്കാൻ കഴിയില്ല. അതാണ് നാരായണ ഗുരു പറയുന്നതിന്റെ മർമ്മം. അതാണ് ഈ 11 ഗ്രൂപ്പിൽ എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പിലും നിൽക്കാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് അദ്ദേഹം രാമനും കൃഷ്ണനും 2 ഗ്രൂപ്പിൽ പെടുന്നവരാണ് എന്ന് പറയുന്നത്. അത് ചർച്ചകൾ വേണ്ടതാണോ ഇന്ന് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ അതിൽ എക്സർസൈസ് ചെയ്യുന്ന ഒരാളല്ല, പ്രാക്ടീസ് ചെയ്യുന്ന ഇത്തരം ഈ ബൗദ്ധിക കാര്യങ്ങളിൽ ആ തരത്തിൽ ഈ രംഗത്ത് ഹൈന്ദവ ഗ്രൂപ്പുകളിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല. ശരി, അതിനെന്തായാലും മറുപടി ഒരു പക്ഷേ VR രാജശേഖരന് നൽകാൻ സാധിക്കും. ശ്രീ VR രാജശേഖരൻ, മറുപടി ഹിന്ദു മതം എന്നുള്ള ഒരൊറ്റ ചട്ടക്കൂടിൽ നിൽക്കുന്നില്ല, അത് വിവിധ ഗ്രൂപ്പുകൾ ഉൾക്കൊള്ളുന്നതാണ് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞതായി M ജയചന്ദ്രൻ പറയുന്നത്. ഇന്നത്തെ ചർച്ചാ വിഷയം അതല്ലാത്തത് കൊണ്ടും വളരെ ഭംഗ്യന്തരേണ യഥാർത്ഥ വിഷയത്തിൽ നിന്നും ഒളിച്ചോടുന്നതിനു വേണ്ടിയാണ് ആ ഒരു സാഹചര്യം കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ കൃത്യമായി പറയാം, ആ വിഷയം മാത്രം എടുത്തുകൊണ്ട് ഒരു ചർച്ച സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞാനും കൃത്യമായും അതിൽ പങ്കെടുത്തുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്താം. ഇവിടെ എനിക്ക് രേഖപ്പെടുത്താനുള്ളത് ഞാൻ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. ഞാനത് പറഞ്ഞോട്ടെ സാറേ. അതായത് അങ്ങ് പറഞ്ഞല്ലോ ഗ്രൂപ്പുകളല്ല, ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീരാമചന്ദ്ര ഭഗവാനും ഒക്കെ 2 യുഗങ്ങളെയാണ് പ്രതിനിധീകരിച്ച 2 ഗ്രൂപ്പുകളെയല്ല. ഞാനത് പിന്നീട് നമുക്കത് ആ വിഷയത്തിന് വേണ്ടി തന്നെ ജനം TV അതിന് തയ്യാറാവുകയാണെങ്കിൽ ഞാനത് വിശ്വസിക്കും. പിന്നെ മതം എന്നാൽ അതിന് ഒരു വാച്യാർത്ഥം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം മാത്രം തൽക്കാലം നമുക്ക് വെക്കാൻ, ബാക്കി അതിന്റെ ഭാഗത്തേക്ക്. ഇവിടെ പ്രസക്ത എനിക്ക് കിട്ടിയ സമയത്ത് പറയാൻ എന്നെ അനുവദിക്കണം. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെയും അതിനെ ആരാണ് താലോലിച്ചു വളർത്തി ഇന്ന് അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് ഈ മണ്ണിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഈ അവസരത്തിൽ രേഖപ്പെടുത്താതെ പോകുന്നത് ശരിയല്ല.
വർഗീയതയുടെ കാര്യത്തിൽ ഇവിടെ ഇന്ന് ഭൂരിപക്ഷം സമൂഹ ബന്ധുക്കളും വർഗീയതയുടെ പേരിൽ സംഘടിച്ചുകൊണ്ട് സർക്കാരിനെ പോലും മുട്ടുകുത്തിക്കുന്ന തരത്തിലേക്ക് വളർന്നിട്ടുള്ളത് ഇസ്ലാമിക മതവിശ്വാസികളാണ്. ആ ഇസ്ലാമിക മതവിശ്വാസികളിലെ മതേതരത്വവും അതേപോലെ സർവധർമ്മ സമഭാവനയൊക്കെ പുറത്തു പറയുമെങ്കിലും ഇന്ന് രാഷ്ട്രീയ പാർട്ടികളെ ഇന്ന് ഒരു പക്ഷെങ്കിൽ സഖാവ് പിണറായി വിജയൻ ശിവഗിരി മഠത്തില് ഇത്തരം ഒരു പ്രസ്താവന നടത്താൻ നിർബന്ധിതമായി തീർന്നത് പോലും അദ്ദേഹത്തിന്റെ മനോമുകുരത്തിൽ ഉദിച്ചു ഉയർന്നു വന്ന ഒരു ചിന്താഗതി ഈ ഭൂരിപക്ഷ പ്രീണനമെന്ന് തന്നെ പറയാവുന്നതാണ് ശരി. ഇവിടെ നാം ഒന്ന് ആലോചിക്കട്ടെ, ഹിന്ദുക്കളിലെ വർഗീയമായി സംഘടിച്ചിട്ടുള്ളത് ആരുണ്ട് സാറേ? എവിടെ ഉണ്ടെന്ന് പറയൂ. വർഗീയമായി എന്ത് വർഗീയ കലാപമോ വർഗീയ ലഹളയോ അല്ലെ വർഗീയമായി എന്ത് ചേരിതിരിവോ ഈ സമാജത്തിനുള്ളിൽ ആര് ചെയ്തു? അതേസമയം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സജീവമായ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ജയചന്ദ്രൻ സാർ അതിനെ ഒന്ന് ശ്രദ്ധിക്കണം, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, മതേതരത്വ സർക്കാർ, ജനാധിപത്യ സർക്കാർ, അവര് ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. എന്താണ്? സിവിൽ സർവൻസിനെ തയ്യാറാക്കുന്നതിന് വേണ്ടി IAS, IPS, IFS, IRS തുടങ്ങിയ സിവിൽ സർവീസിന് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തി അവരെ ഇത് പരിശീലിപ്പിക്കുന്നുണ്ട്. പരിശീലന കേന്ദ്രം സർക്കാർ ചെലവിൽ തുടങ്ങിയ സമയത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാറേ ഒരു മതവിഭാഗത്തെ മാത്രം താലോലിച്ചുകൊണ്ട് കേരള സർക്കാരിന്റെ പ്രസ്താവ്യം വരികയാണ്? 50% മുസ്ലിമങ്ങൾക്ക് സംവരണം ചെയ്യുകയാണ്. എന്ത് മാനദണ്ഡമാണ് സാറേ അതിനുള്ളത്? OBC. എന്നിട്ട് മറ്റൊരു സംഗതിയോട് ചെയ്തു, റിസർവേഷന്റെ പരിധിയിൽ വരുന്നവർക്കെല്ലാം തികച്ചും എല്ലാം തന്നെ സൗജന്യമായിട്ട് കൊടുക്കുന്നു. അപ്പൊ ഇതിനെ വർഗീയതയെ താലോലിക്കുന്നത്, പരിപോഷിപ്പിക്കുന്നത്, വളർത്തുന്നത് ആരാണ് സാർ? ഇടതു വലതു മുന്നണികളാണ്. അവരിപ്പോ ഇന്ത്യ മുന്നണിയായത് കൃത്യമാണ്. രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് തന്നെയാണ്. ഇവരെല്ലാവരും തന്നെ നശിപ്പിക്കുന്നതും അധിക്ഷേപിക്കുന്നതും അവഹേളിക്കുന്നതും സംഘടിത ശക്തി അല്ല എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരില് ഹിന്ദുക്കളെ മാത്രമല്ലേ ഈ പാർശ്വവൽക്കരിക്കുന്നതിന് വേണ്ടി അവർ മുൻകൈയെടുക്കുന്നത്? ആ ഹിന്ദുവിന്റെ വോട്ട് തെറ്റിദ്ധരിപ്പിച്ചും ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും ശരി ഇടതു വലതു മുന്നണികൾ സമ്പാദിക്കുന്നതിനകത്ത് അവർ വിജയിക്കുന്നു. പക്ഷെ ഇവിടെ സംഘടിത മതവിഭാഗങ്ങളുടെ അപ്പം വർഗീയതയുടെ കാര്യത്തിൽ ഭൂരിപക്ഷം ഇന്ന് കേരളത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വർഗീയമായി സംഘടിച്ച് ഇന്ന് അവരുടെ അവകാശങ്ങളും അത് എന്താ പറയുന്നത് അവർക്ക് അവകാശം ഇല്ലാത്തത് പോലും അവകാശപ്പെടാൻ കഴിയാത്തത് പോലും മതത്തിന്റെ പേരിൽ ഇതൊക്കെ നേടിയെടുക്കുന്നത് ഇന്ന് ചില മതവിഭാഗങ്ങൾ തന്നെയാണ്. അതിനെ ഒന്നും നമുക്ക് കണ്ടില്ല എന്ന്. ഇത്തരത്തില് ഏത് മതവിഭാഗമാണ് അല്ലെങ്കിൽ ഏത് വിഭാഗമാണ് ഹൈന്ദവ ധർമ്മത്തില് ആരാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റായിട്ട് നേടിയിട്ടുള്ളത്? അല്ലെ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഇസ്ലാമിക മതവിഭാഗങ്ങളുടേതാണ്. അതിന് താഴോട്ട് ഇങ്ങോട്ട് വരുന്നു. ആ ഭാഗത്ത് മാത്രമാണ് ഹിന്ദു ഒരിക്കലും വർഗീയമായി സംഘടിച്ചിട്ടില്ല. അതിന് ഒരു തെളിവ് ഒരാളിന് പോലും തരാനായിട്ട് കഴിയില്ല. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, സനാതന ധർമ്മത്തിന്റെ യുക്തിഭദ്രത. മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചത് ഞാനൊന്ന് ആവർത്തിച്ചുകൊള്ളട്ടെ. ബഹുജന സുഖായ ബഹുജന ഹിതായ ലോകാ സമസ്ത സുഖിനോ ഭവന്തു വസുധൈവ കുടുംബകം ഇത്യാദി ഉദ്ബോധനങ്ങള് ലോകത്തിന് സംഭാവന ചെയ്ത ഒരു രാഷ്ട്രം അത് ഭാരതം മാത്രമാണ് സാറ്. അപ്പൊ ഇവിടെ നാം ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്ത് വർഗീയതയാണ്? നിങ്ങൾ എന്തിനെയാണ് അവതാരകയോട് അടക്കം ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെ അഡ്രസ് ചെയ്യുന്നത്, ഓൺ ചെയ്യുന്നത് ആരാണ്? അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതിനും നിരവധി കാര്യങ്ങൾ പറയാം സാറേ. ഒന്ന്, ഭരണഘടന അനുസൃതമായി സംവരണം ജാതികൾക്കല്ലേ. ഹൈന്ദവ ധർമ്മത്തിലെ ഹൈന്ദവ വിശ്വാസികളിലെ വിവിധങ്ങളായ ജാതികളായിട്ട് നമ്മൾ ചരിത്രത്തിലേക്കൊക്കെ പോകുന്ന പറഞ്ഞാൽ സാറേ, ഓരോ അധിനിവേശ കാലഘട്ടത്തിലല്ലേ ഇപ്പൊ നായർ വിഭാഗത്തെ എടുക്കുകയാണെങ്കിൽ നായർ വിഭാഗത്തിലെ
12 ഉപവിഭാഗങ്ങളെ ആരാണ് സാറേ സൃഷ്ടിച്ചത്? ബ്രിട്ടീഷുകാരനാണ് ഈ രാജ്യത്ത് സൃഷ്ടിച്ചതെന്ന് ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കാണും. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അവിടേക്ക് എങ്ങും സ്പർശിക്കുന്നില്ല. ഇവിടെ നോക്കിയാൽ നമുക്ക് പകൽ പോലെ വ്യക്തമല്ലേ? ഭരണഘടന അതിനെ എന്താ പറയുന്നത്, നോക്കുകുത്തിയാക്കിക്കൊണ്ടല്ലേ സാറേ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് കോൺഗ്രസ് സർക്കാർ ഈ മതപരമായ സംവരണം ഒരു മതവിഭാഗങ്ങൾക്ക് മതത്തിന്റെ പേരിൽ സംഘടിച്ച് അവർക്ക് കൊടുത്ത് ഇന്ന് 12% OBC റിസർവേഷൻ അവരനുഭവിക്കുന്നത്. മറിച്ച് ഹൈന്ദവ സമാജത്തിലെ അവാന്തര വിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തി അവരെ ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയല്ലേ ഈ ഭരണഘടനാനുസൃതമായി ജാതികൾക്ക് സംവരണം നിശ്ചയിച്ചിരുന്നത്? അത് തട്ടിമാറ്റിയല്ലേ ഇത് കൊണ്ടുപോയത്? തിരികെ ചർച്ചയിലേക്ക്. ശ്രീ റോണി കെ ബേബി, ശിവഗിരി സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ ആസ്പദമാക്കിയാണ് അതിന് അടുത്ത ദിവസം മന്നം ജയന്തിയോടനുബന്ധിച്ച് പെരുന്നയിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ മറുപടി നൽകിയത്. അത് നമ്മൾ കണ്ടതാണ്. ആചാരങ്ങൾ മാറ്റിമറിക്കാൻ ഇവരാരാണ് എന്ന ചോദ്യമാണ് ഉയർത്തിയത്. അതുമാത്രമല്ല, ഇത് മറ്റ് മതസ്ഥരിൽ ഉന്നയിക്കാൻ ഉള്ള ധൈര്യം ഇവർ കാണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ജനറൽ സെക്രട്ടറി ഉയർത്തി. അതേ വേദിയിലെ മുഖ്യ അതിഥിയായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹം NSSുമായുള്ള ദീർഘകാലത്തെ ബന്ധം പങ്കുവച്ചു, ആ മണ്ണിനോടുള്ള കടപ്പാട് പങ്കുവച്ചു, വികാരാധീനനായി. പക്ഷേ ഈ ആചാര അനുഷ്ഠാനങ്ങൾ ഏതു രീതിയിൽ വേണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമോ അവിടെ പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ നിന്ന് തന്നെ കോൺഗ്രസിൻ്റെ നിലപാട് അല്ലെങ്കിൽ ഈ പ്രീണന സ്വഭാവം എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയല്ലേ വ്യക്തമാകുന്നത്? ഇവിടെ രോഹിണി ചോദിച്ച 2 കാര്യങ്ങൾ ഒന്നിച്ച് ഉത്തരം പറയേണ്ട ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത. 2, ഇപ്പോൾ ഉന്നയിച്ച വിഷയം. നമ്മൾ സ്വാതന്ത്ര്യ സമര കാലം തൊട്ട് നോക്കിയാൽ 1925 വരെ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ അടുത്തും വലത്തുമായി മറ്റു 2 വാർഷിക സമ്മേളനങ്ങൾ നടക്കും. ഒന്ന് ഹിന്ദു മഹാസഭയുടെ, 2 മുസ്ലിം ലീഗിന്റെ. പരസ്പരം പാരസ്പര്യത്തോടെ പരസ്പര യോജിപ്പോടെയാണ് ഈ 3 സംഘടനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കൃത്യമായി തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920 ആരംഭിക്കുമ്പോൾ അതിനെ പിന്തുണച്ചത് RSSന്റെ സ്ഥാപക നേതാവായിരുന്ന ഡോക്ടർ ഖഡ്ഗേവാൾ ആണ്, മാധവ് സദാശിവ് ഖഡ്ഗേവാൾ. അതുപോലെ മുസ്ലിം ലീഗും. പക്ഷെ 1925 RSS രൂപം കൊള്ളുന്നത്. അന്നു മുതലാണ് നമ്മുടെ ഈ പറയുന്ന മുഴുവൻ രാഷ്ട്രീയ രംഗം തന്നെ ഒരു വർഗീയപരമായ കാഴ്ചപ്പാടിലേക്ക് പോകുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇതിനെ കൃത്യമായി മുതലെടുത്ത 2 പ്രസ്ഥാനങ്ങൾ, ഒന്ന് സംഘപരിവാറുമാണ്, 2 CPM-ആണ്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ രാജശേഖരൻ ഒരു കാര്യം പറഞ്ഞു, കേശവ മേനോൻ കമ്മീഷനെ കുറിച്ച്. അങ്ങനെ കൃത്യമായിട്ട് അറിയാം. എന്നാണ് EMS കേശവ മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത്? വിമോചന സമരം ശക്തിപ്പെട്ടു വന്നപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ ശക്തമായി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ തിരിഞ്ഞപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ വേണ്ടിയാണ് ഈ കേശവ മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് സർക്കാർ മുന്നോട്ട് വിട്ട്. അതുകൊണ്ട് CPMന്റെ നേതാക്കളും പറയുന്ന ഈ നവോത്ഥാനത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് അവർ പറയുന്ന അഭിപ്രായങ്ങൾ, അതിന്റെ ആ ആത്മാർത്ഥതയെ ഞങ്ങൾ ഒരിക്കലും എൻഡോഴ്സ് ചെയ്യുന്നില്ല. അത് കൃത്യമായി തന്നെ ഒരു സമയത്ത് ന്യൂനപക്ഷ വർഗീയതയോടൊപ്പം ചേരും, 2 ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം ചേരും. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ ശിവഗിരി നടത്തിയ ഒരു പ്രസംഗം, അതിന്റെ അകത്ത് ഒരു ആത്മാർത്ഥത ഞങ്ങൾ കാണുന്നില്ല. അത് അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടപ്പെട്ട. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായപ്പോൾ CPM പറഞ്ഞു, പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, പാലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ മുസ്ലിം സമുദായത്തിന് പുറകെ പോയത് കൊണ്ട് ഞങ്ങളുടെ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയി. ഇനി അത് തിരിച്ചു പിടിക്കാനുള്ള മാർഗം നോക്കണം. അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഭാഷയിൽ നിന്ന് വന്നത്. പിന്നെ രോഹിണി ചോദിച്ച 2ാമത്തെ ചോദ്യം, ഞങ്ങളുടെ എല്ലാ കാലത്തെയും നിലപാട് ഭരണഘടന രൂപീകരിച്ചപ്പോഴും ഇപ്പൊ 1955 ശിരൂർ മഠം കേസിൽ സുപ്രീം കോടതി വിധിയുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇവിടെ വരുന്ന എല്ലാ പരിഷ്കാരങ്ങളും എന്ന് പറയുന്നതും അതാത് മതവിശ്വാസങ്ങളുടെ, അതാത് മത ആചാര്യന്മാരുടെ നിലപാടുകൾ കൂടി പരിഗണിച്ചുകൊണ്ടാവണമെന്ന് ശിരൂർ മഠം കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൃത്യമായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ശബരിമല വിഷയമായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് കൃത്യമായി തന്നെ ഒരു മതത്തിന്റെ ആചാരങ്ങൾ, ഒരു മതത്തിന്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ അകത്ത് ആവശ്യമായ പരിഷ്കാരം വരുത്തണമെങ്കിൽ അതിന്റെ ആദ്യത്തെ അഭിപ്രായം പറയുന്നത് മത പണ്ഡിതന്മാരാണ്. അതുകൊണ്ടാണ് ഷബാനു കേസിൽ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധി ഗവൺമെന്റ് നിയമം നിർമ്മിച്ചപ്പോൾ അന്ന് കൃത്യമായി തന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ അഭിപ്രായം കേട്ടുകൊണ്ടാണ് ഇവിടെ ചോദിച്ചു രമേശ് ചെന്നിത്തല ആ വേദിയിൽ തന്നെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു എന്താ, അത് ഈ പറയുന്ന അത് SNDPയുടെ മതങ്ങളായിക്കോട്ടെ, അല്ല ഈ പറയുന്ന ക്ഷേത്രങ്ങളായിക്കോട്ടെ, NSSന്റെ ക്ഷേത്രങ്ങളായിക്കോട്ടെ, കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങളായിക്കോട്ടെ, അവിടെ എന്ത് ആചാരം വേണം, എന്ത് ആചാരങ്ങളിൽ മാറ്റം വരുത്തണം, അതിനവിടെ തന്ത്രികളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട മഹാപണ്ഡിതന്മാരുണ്ട്.
അതുമായി ബന്ധപ്പെട്ട സമുദായ സംഘടനകളുണ്ട്. അവര് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കട്ടെ. അല്ലാതെ സ്റ്റേറ്റിന് അവിടെ ഇടപെടാനുള്ള അവകാശമില്ല. അതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 പറഞ്ഞത്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി 7 അംഗ ബെഞ്ചും 9 അംഗ ബെഞ്ചും ഉണ്ടാക്കിയിരിക്കില്ലേ? എന്താ സുപ്രീം കോടതിക്ക് പോലും കൃത്യമായി അവിടെ ഒരു അഭിപ്രായത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 വലുത്, അതോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി പറയുന്നത് 14 അതോ മതസ്വാതന്ത്ര്യവും മതവിശ്വാസവും ആചാരങ്ങളും അതിനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 25 ഞങ്ങൾ കൃത്യമായി തന്നെ ഞങ്ങൾ നിലപാട് നൽകുന്നത് ആർട്ടിക്കിൾ 25, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 എല്ലാ മതവിശ്വാസങ്ങൾക്കും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ. അതുകൊണ്ടാണല്ലോ ശബരിമലയിൽ ഞങ്ങളുടെയൊക്കെ പേരിൽ ഇപ്പോഴും കേസുണ്ട്. ശബരിമല സമരത്തിലൊക്കെ ഞങ്ങൾ മുന്നിലിരുന്നവരാണ്. അതുകൊണ്ടാണല്ലോ 2019 തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പിന്നെ കോൺഗ്രസ് ഇവിടെ വിജയിച്ചത്. ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഞങ്ങളുടെ നിലപാട് മതേതരമാണ്. എല്ലാ മതങ്ങളും, അത് ക്രിസ്തു മതമായിക്കോട്ടെ, ഹിന്ദു മതമായിക്കോട്ടെ, ഇസ്ലാം മതമായിക്കോട്ടെ, അവരുടെ ആചാരങ്ങൾ ആവശ്യമായിട്ടുള്ള റിഫോംസ് വരുത്തുവാനുള്ള അവകാശം അതായത് മത സംഘടനകൾക്കായിരിക്കണം, അതിന്റെ ആചാര്യന്മാർക്കായിരിക്കണം. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്ക് അതിനകത്തില്ല. പക്ഷെ ഇതിനകത്ത് വർഗീയപരമായ നിലപാടെടുക്കുന്നവർക്ക് അവർക്ക് ഇതിനകത്ത് ആത്മാർത്ഥത എന്താണ് എന്ന് അവർ തന്നെ പരിശോധിക്കട്ടെ. അതൊക്കെ ഇന്ന് കേരളത്തിന് പൊതുസമൂഹം കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശബരിമല വിഷയം വല്ലാണ്ട് കത്തിച്ചപ്പോഴും ആളുകൾ വോട്ട് ചെയ്തത് BJPക്കല്ല, ആളുകൾ വോട്ട് ചെയ്തത് ഈ നവോത്ഥാനം പറഞ്ഞ വനിതാ മതിൽ പണിത CPM-നല്ല, വോട്ട് ചെയ്തത് ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. അതിനകത്ത് ഒരു മാറ്റവുമില്ല, ഒരു വെള്ളം ചേർക്കലുമില്ല. ശരി, ശ്രീ VR രാജശേഖരൻ, അവസാനമായി എന്തായാലും ഇത്തരത്തിൽ ഹിന്ദുക്കളുടെ സംരക്ഷണം RSS എടുക്കണ്ട എന്നുള്ളതാണ് CPM-ഉം കോൺഗ്രസും പറയുന്നത്. അവർക്ക് അവരുടേതായ നിലപാടുണ്ട്. പക്ഷേ RSS-ഉം വിവിധ ഹൈന്ദവ സംഘടനകളും സ്വീകരിക്കുന്നത് കൃത്യമായ വർഗീയതയാണ്. അതിനനുസൃതമായിട്ടാണ് ഇപ്പോൾ സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളെയൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ BJP-യും ഹൈന്ദവ സംഘടനകളും RSS-ഉം ഒക്കെ തന്നെയല്ലേ ഇത്രയും വർഷങ്ങളായും കാലങ്ങളായും ഇനി തുടർന്നും ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയുള്ളൂ എന്നുള്ളത്? ഇപ്പോ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം ചോദിച്ചേ, അതായത് സനാതന ധർമ്മത്തിലാണ് കോൺഗ്രസിന്റെ പ്രതിനിധിക്കും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും വിശ്വാസമുള്ളത്. സംഘപരിവാറിന്റെ സനാതന ധർമ്മമല്ല. ഞാൻ ചോദിക്കട്ടെ, സംഘപരിവാറിന്റെ സനാതന ധർമ്മം ഉണ്ട് എന്ന് എവിടെയാ വ്യക്തമാക്കിയിട്ടുള്ളത്? അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ വേണ്ടി അദ്ദേഹത്തിനുള്ള അനുഭവം എന്താണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ എന്ത് രേഖകളുണ്ട്? എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? RSS-ഉം സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന സംഘടന രൂപീകൃതമായിട്ടുള്ളത് തന്നെ പരംപൂജനീയ ഗുരുജി, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ദ്വിതീയ സർസംഘചാലകയായ പരംപൂജനീയ ഗുരുജി വിശ്വ ഹിന്ദു പരിഷത്തിന് രൂപം കൊടുക്കുമ്പോൾ അതിന്റെ മുഖ്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് സനാതന ധർമ്മത്തിന്റെ സംരക്ഷണമാണ്. സനാതന ധർമ്മത്തെ അതിനെ പരമാവധി പ്രചരിപ്പിക്കുന്നതിനും പ്രസരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ സംഘടന രൂപീകൃതമായിട്ടുള്ളത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് ചോദിച്ചോളട്ടെ. ശബരിമല വിഷയത്തിലെ ഈ കോൺഗ്രസ്സുകാരൻ എന്ത് എടുത്തു? അവർ കേസിൽ കക്ഷിയായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് കേസിൽ കക്ഷിയായിരുന്നു, കേസ് നടത്തിയിട്ടുണ്ട്. 2018 കേസില് റിവ്യൂ പെറ്റീഷൻ കൊടുക്കുകയും ഒപ്പം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചെയ്തു. ആ റിട്ട് പെറ്റീഷൻ ഫയലിൽ സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് വിശാല ബെഞ്ച് രൂപീകരിക്കാമെന്നും ആ റിട്ട് പെറ്റീഷനോടൊപ്പം റിവ്യൂ പെറ്റീഷൻസും കൂടി ഓപ്പൺ കോടതിയിൽ പരിഗണിക്കാമെന്നും കേൾക്കാമെന്നും കോടതി സമ്മതിച്ചത്. അങ്ങനെയാണ് 2018 വിധി ഫ്രീസായി പോകുന്നത്. ഇവിടെ ഇതിനകത്തൊക്കെ കോൺഗ്രസ്സുകാരന്റെ പങ്ക് എന്താണ്? ഒരിതും ചെയ്യാതെ വെറുതെ പത്രപ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടായിരുന്നു കോൺഗ്രസ്സുകാരൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസ്സുകാരൻ ഒരിക്കലും ഇവർ രണ്ടു കൂട്ടരും ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സംഘടിത മതവിഭാഗങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഒരിക്കലും സംഘടിത ശക്തിയായി ഒരു അവകാശവാദവും ഉന്നയിക്കാതെ അവന്റെ ക്ഷേത്രങ്ങൾ പോലും ഇന്ന് ഞാൻ ചോദിക്കട്ടെ, സമയക്കുറവുള്ളത് കൊണ്ടാണ് ശ്രീ VR രാജശേഖരൻ ഇടപെടുന്നത്. നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്തായാലും ശിവഗിരി സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിയുടെ സനാതനധർമ്മത്തിനെതിരായ പരാമർശത്തിൽ വിവിധ മത സാമുദായിക രാഷ്ട്രീയ രംഗത്തു നിന്നും ഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഈ അവസരത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങൾ തന്നെ നമുക്ക് ഓർക്കാം. മതസംബന്ധമായ മൂഢവിശ്വാസം പാടില്ല, ഒരു മതത്തെയും ദ്വേഷിക്കരുത്, വിവേകം താനേ വരില്ല, യത്നിക്കണം, ധാരാളം വായിക്കണം. സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.